ഇന്ന് എന്നെ ഏറെ ആകർഷിക്കുകയും ഇരുത്തി ചിന്തിപ്പിക്കുകയും ഒരുപാട് തലങ്ങളിലേക്ക് എൻ്റെ ചിന്തകളെയും കൊണ്ടുപോയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് റെജിമോൻ കുട്ടപ്പൻ എന്ന് പറയുന്ന ഫ്രീലാൻസ് പത്രപ്രവർത്തനം ഇട്ടിരിക്കുന്നത്. അദ്ദേഹം പലപ്പോഴും ഒരു ഇടതുപക്ഷത്തോട് കർശനമായി വിമർശിക്കുകയും പ്രത്യേകിച്ച് പിണറായിയുടെ ഭരണ കാര്യങ്ങളുടെയും ദോഷങ്ങളെയൊക്കെ വളരെ കർക്കശമായി ഡേറ്റകൾ വെച്ചുകൊണ്ട് അദ്ദേഹം വിമർശിക്കുന്നതാണ്. അദ്ദേഹം ഡേറ്റ വയ്ക്കാതെ സംസാരിക്കത്തില്ല. ഡേറ്റയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആയുധം. ആ ഡേറ്റ വെച്ച് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രതിരോധിക്കാനും ചാനൽ ചർച്ചകളിലൊന്നും കഴിഞ്ഞിട്ടില്ല. ധാരാളമായി അദ്ദേഹം ചാനൽ ചർച്ചകളിൽ വരുന്ന ആളാണ്. അദ്ദേഹം വിദേശ രാജ്യങ്ങളിലെ ഒരുപാട് പത്രങ്ങളുടെ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലെ പത്രങ്ങളുടെയൊക്കെ ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ്. പലവിടെയും പല പത്രങ്ങളിലും സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ചോദ്യം അദ്ദേഹം കേരള സമൂഹത്തിൽ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ 10-50 വർഷക്കാലമായി ചോദിക്കേണ്ടുന്നൊരു ചോദ്യമാണ്: പട്ടികജാതിക്കാർ ആർക്ക് വോട്ട് ചെയ്യണം? പഴയ ഹരിജനങ്ങളെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന, ഇപ്പോൾ ഹരിജൻ പ്രയോഗം ഇല്ല, പട്ടികജാതി പട്ടികവർഗക്കാരും ദളിത് ആദിവാസികളും ആർക്ക് വോട്ട് ചെയ്യണം എന്ന ചോദ്യത്തിൽ ആർക്ക് ചെയ്യരുത് എന്നതാണ് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി വേണ്ടത് എന്നുള്ള ഒരർത്ഥത്തിൽ റെജിമോൻ കുട്ടപ്പൻ പറഞ്ഞിരിക്കുകയാണ്. 10 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഇടയിൽ SC/ST വിഭാഗത്തിന് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു കണക്ക് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ഡേറ്റ ആയതുകൊണ്ടും റെജിമോൻ കുട്ടപ്പൻ പറയുന്നത് കൊണ്ടും ആധികാരികമായി വിശ്വസിക്കുന്നു. ഇനി അദ്ദേഹത്തിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ആരെങ്കിലും വരുമോ എന്ന് നമുക്ക് നോക്കാം. 6458 കോടി രൂപ SC/ST ഫണ്ട് LSGകളിൽ ലാപ്സായി കിടക്കുന്നു. 28.3% തുക. 12 SC/ST വെൽഫെയർ സ്കീമുകൾ 5 വർഷമായി എക്സ്പെൻഡിച്ചർ 0 ഇത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ്. സണ്ണിയും കവിക്കാടും ശ്യാംകുമാറുമൊക്കെ ഇതാണ് പോയിരുന്ന് പഠിക്കേണ്ടത്. അല്ലാതെ രാമൻ ആരെ കൂടെ പോയി, സീതയുടെ കൂടെ പോയോ, രാമൻ്റെ ഭാര്യയാണോ സീത, ഇപ്പോഴും വെളുക്കോടെ രാമായണം വായിച്ചിട്ട് രാമൻ സീതയ്ക്ക് ആരായി വരും, ഇതൊന്നും അല്ല ശ്യാംകുമാറൊക്കെ തിരക്കേണ്ടത്. ഞാൻ ഈ റെജിമോൻ കുട്ടപ്പനുമായി ചേർന്നുകൊണ്ട് ഈ കണക്കുകളൊക്കെ ഒന്ന് പഠിച്ച് അത് വാങ്ങിക്കൊടുക്കാനുള്ള ഫൈറ്റ് നടത്തണം. 81.84 കോടി രൂപ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഇതുവരെ ചിലവാക്കിയിട്ടില്ല. എത്ര ഗുരുതരമായ ആരോപണമാണെന്ന് നോക്കൂ. ആരോപണമല്ല, കണക്കാണ് നോക്കൂ. ലൈഫ് മിഷൻ SC ഹൗസിങ്ങിൽ 180 കോടി രൂപയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വാത്സല്യം പദ്ധതിയിൽ 10 കോടി രൂപ വിഡ്രാ ചെയ്തു. എയ്ഡഡ് സെക്ടറിൽ 2 ലക്ഷം എംപ്ലോയീസിൽ SC/ST 586.037% മാത്രം. കോപ്പറേറ്റീവ് സെക്ടറിൽ റിസർവേഷൻ ഇല്ല. കാരണം കംപ്ലീറ്റ് സ്ഥലങ്ങളും CPMൻ്റെ കൺട്രോളിലാണ് കൂടുതൽ സഹകരണ സംഘങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. EWS റിസർവേഷൻ enthusiastically ഇംപ്ലിമെൻ്റ് ചെയ്തു. അത് എന്താണ് അതിനകത്ത് സംഭവിച്ചത്? 56% ദളിതർക്കും ആദിവാസികൾക്കും ഇപ്പോഴും ഭൂമിയില്ല. ഇവിടെ ഭൂപരിഷ്കരണം നടത്തിയ നാട്ടിൽ, വളരെ വലിയ തോതിൽ ആഘോഷങ്ങൾ നടത്തുന്ന നാട്ടിൽ, വിദേശത്ത് എല്ലാ രാജ്യങ്ങളിലും പോയി കേരളത്തെ കണ്ട് പഠിക്കാൻ പറയുന്ന നാട്ടിൽ 56% ദളിതർക്കും ആദിവാസികൾക്കുമാണ് കേരളത്തിൽ ഭൂമിയില്ലാത്തത്. 5 ലക്ഷം ഹെക്ടർ ലീസ് എക്സ്പയർഡ് ലാൻഡ് കോർപ്പറേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റെടുത്തിട്ടില്ല. അതിൽ ഹാരിസൺ മലയാളവും വരും, ടാറ്റ എസ്റ്റേറ്റ് കമ്പനിയും വരും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ബോച്ചയുടെ വരും, ഒരുപാട് ആളുകളുടെ വരും. അതുപോലെ തന്നെ സെൻട്രൽ സ്കീമുകളിലെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് വിഡ്രാ ചെയ്തിട്ടില്ല. SC/ST കമ്മ്യൂണിറ്റിക്ക് 26ലേക്കുള്ള ഇലക്ഷനിലുള്ള ചോയ്സിലേക്കും ഇതാണ് സ്ഥിതി. 7000 കോടിയിലധികം രൂപ 12 സ്കീമിൽ 0 എക്സ്പെൻഡിച്ചർ കാണിച്ച എയ്ഡഡ് സെക്ടറിൽ 0.37 റെപ്രസെൻറ്റേഷൻ ഇൻ്റർവ്യൂൻ ചെയ്യാത്ത കോർപ്പറേറ്റ് സെക്ടറിൽ റിസർവേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത 5 ലക്ഷം ഹെക്ടർ ഭൂമി കോർപ്പറേറ്റ് സെക്ടറിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്യാത്ത ഈ ട്രാക്ക് റെക്കോർഡിനായി ഒരു 3ാം ടേം കൊടുക്കണമോ? ഇതാണ് ആരുടെ ചോദ്യം? റെജിമോൻ കുട്ടപ്പൻ്റെ ചോദ്യം. 68 വർഷം LDFും UDFും മാറി ഭരിച്ചിട്ട് SC/ST കമ്മിറ്റിയുടെ സ്ട്രക്ചറൽ എക്സ്ക്ലൂഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു പാർട്ടിയുടെ ഫെയിലിയർ അല്ല, കേരളത്തിൻ്റെ കാസ്റ്റ് പവർ സ്ട്രക്ചറിൻ്റെ ബയോപാർട്ടീഷ്യൻ കോൺസെൻസ് ആണ്. അതൊരു ബോധത്തിൻ്റെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇപ്പോൾ SC/ST കമ്മ്യൂണിറ്റി എന്ത് ചെയ്യണം? ഇതാണ് റിയൽ ക്വസ്റ്റ്യൻ. ഇതാണ് റിയൽ കേരള സ്റ്റോറി. കറക്റ്റ് കേരള സ്റ്റോറി ഏതാണ്? അൺകണ്ടീഷണൽ ലോയൽറ്റിയിൽ നിന്ന് കണ്ടീഷണൽ സപ്പോർട്ടിലേക്ക് മാറണമെന്നാണ് റെജിമോൻ കുട്ടപ്പൻ പറയുന്നത്. 2021 16 റിസർവ് സീറ്റുകളിൽ 12-13 LDF ജയിച്ചു. LDF ആണ് എല്ലാ കാലവും ഈ വിഭാഗത്തെ ചൂഷണം ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
CSDS ഡാറ്റ പ്രകാരം ഈഴവ വോട്ടിൻ്റെ 53% LDFിനാണ്. അതും വലിയൊരു കണക്കാണ്. SC/ST വോട്ട്സിൻ്റെ ശതമാനം സിമിലർ ആണെന്ന് CPM ക്ലെയിം ചെയ്യുന്നു. ഈ വോട്ട് ബ്ലോക്കിൻ്റെ വാല്യൂ CPMന് നന്നായി അറിയാം. പക്ഷേ വോട്ട് റിട്ടേൺ ആയി ഡെലിവർ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സജിമോൻ കുട്ടുമൻ പറയുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നെഗോഷിയേറ്റ് ചെയ്യുന്നത് പോലെ, കേരള കോൺഗ്രസ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നെഗോഷിയേറ്റ് ചെയ്യുന്ന പോലെ SC/ST കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രീ ഇലക്ഷൻ ഡിമാൻഡ് നെഗോഷിയേറ്റ് ചെയ്യാൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഇല്ല എന്നൊരു പരിഭവം അദ്ദേഹം പറയുന്നുണ്ട്. വോട്ട് ചെയ്ത് ഡിമാൻഡ് ചെയ്യുന്ന മോഡൽ ഫെയിൽ ആവുകയും ചെയ്യും. ഡിമാൻഡ് ചെയ്തിട്ട് വോട്ട് ചെയ്യുന്ന മോഡലിലേക്ക് മാറണം SC/ST എന്നുള്ളതാണ്. ഏത് ഫ്രണ്ടിന് വോട്ട് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് മെഷറബിൾ ടൈം ബൗണ്ട് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ഡിമാൻഡ് ചെയ്യണം. SC/ST TSP ഫണ്ട്സ് ലാപ്സ് ആക്കുന്ന ലെജിസ്ലേഷൻ 100 ദിവസത്തിനുള്ളിൽ കൊണ്ടുവരണം. എയ്ഡഡ് ലാപ്സ് ആക്കുന്നതിനെതിരെയുള്ള നോൺ ലാപ്സബിൾ നിയമം കൊണ്ടുവരണം. എയ്ഡഡ് സെക്ടറിൽ 72 ഡയറക്റ്റ് പേയ്മെൻറ്റ് ആക്ട് സ്ക്രാപ്പ് ചെയ്യുന്ന അമെൻമെൻറ്റ് 1-ാം സെക്ഷനിൽ കോർപ്പറേറ്റ് സെക്ടറിൽ SC/ST വിഭാഗത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെ തുടങ്ങി SC/ST കമ്മീഷൻ ആഡിറ്റ് അരിയേഴ്സ് ക്ലിയർ ചെയ്യുന്ന കമ്മിറ്റ്മെൻറ്റ്, PSC ബൈപ്പാസ് ചെയ്ത് കോൺട്രാക്ട് അപ്പോയിൻമെൻറ്റിൻ്റെ കാസ്റ്റ് ബേസ് ഡാറ്റ പബ്ലിഷ് ചെയ്യൽ തുടങ്ങി ബാക്ക്ഡോർ എൻട്രിയും അതിൻ്റെ സ്ഥിരപ്പെടുത്തലും, ഇലക്ട്രൽ ലിവറേജ് യൂസ് ചെയ്യണം, പിന്നെ റിസർവ് സീറ്റുകളിലെ കഥകൾ. ഇനി അടുത്ത കുറച്ച് കാര്യങ്ങളുടെ അദ്ദേഹം പറയുന്നുണ്ട്. കേരളയിൽ ഇലക്ഷൻ നാരോ മാർജിനിൽ ഡിസൈഡ് ആകുന്ന SC/ST വോട്ട് 10.5% പോപ്പുലേഷനാണ്. പാലക്കാട് 13.20, തിരുവനന്തപുരം 12.27, കൊല്ലം 10.80, തൃശ്ശൂർ 10.67. ഈ കാര്യങ്ങൾ ഇത് ഹൈ കോൺസ്റ്റിറ്റ്യൂഷണൽ SC/ST വോട്ട് സ്വിങ് ചെയ്താൽ LDFിൻ്റെയും UDFിൻ്റെയും ഓവറാൾ മെജോറിറ്റിയെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം ആർക്ക് വോട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്, ഈ ഒരു ഡിമാൻഡ് റൈസ് ചെയ്യണമെന്നുള്ളതാണ്. എന്നതിനേക്കാൾ ചോദ്യം ആർക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. ഞാനൊരു സ്പെസിഫൈ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറയുന്നില്ല എന്നാണ് പറയുന്നത്. ഓരോ വോട്ടിൻ്റെയും സോവർണിറ്റി ഡിസിഷനാണ്. പക്ഷേ ഡേറ്റ പറയുന്നത് 10 വർഷം ഭരിച്ച ഗവൺമെൻറ് 7000 കോടിയിലധികം രൂപ SC/ST ഫണ്ട് ലാപ്സാക്കുകയും എയ്ഡഡ് സെക്ടറിൽ 0.37% റെപ്രസെൻറ്റേഷൻ പോലും മാത്രം നൽകുകയും ചെയ്യുന്ന വളരെ കൃത്യമായി SC/STക്ക് വേണ്ടി ഒന്നും ക്ലെയിം ചെയ്യാൻ ഒരു അതോറിറ്റി ഇല്ലാത്ത രീതിയിൽ ക്ലെയിം അക്സെപ്റ്റ് ചെയ്ത് വോട്ട് ചെയ്യുന്നത് ആത്മഹത്യാകരം ആയിരിക്കില്ല. പക്ഷേ 7000 കോടി ലാപ്സിനും 12 ഡെഡ് സ്കീമിനും റെപ്രസെൻറ്റേഷനുമൊക്കെ എതിരെ നമ്മൾ പണി എടുക്കണം എന്നുള്ളതാണ്. 1901 കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നു. അംബേദ്കർ 1956 റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ഫോം ചെയ്തപ്പോൾ ആ പാർട്ടിക്ക് ഇലക്ഷന് ജയിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ നെഗോഷിയേഷൻ പവർ ഉണ്ടായിരുന്നു. കേരളയിൽ BSP ആ മോഡൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവർ പരാജയപ്പെട്ടു. പക്ഷേ ഓർഗനൈസ്ഡ് SC/ST കാസസ് LDF UDFിൻ്റെ ഉള്ളിൽ നിന്നോ പുറത്തു നിന്നോ പ്രീ ഇലക്ഷൻ ബാർഗെയിനിങ് പവർ എക്സർസൈസ് ചെയ്യാൻ ഈ ഇലക്ഷൻ ഒരു ടേണിംഗ് പോയിൻ്റ് ആകണം. SC/ST കമ്മ്യൂണിറ്റിയുടെ വോട്ട് ആർക്ക് ചെയ്യണമെന്ന ചോദ്യത്തേക്കാൾ വോട്ടിൻ്റെ പ്രൈസ് എന്തായിരിക്കണമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ്. 6458 കോടി രൂപ ലാപ്സ് ചെയ്തിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറയുന്ന ഏത് പാർട്ടിക്കും ഉത്തരം ആദ്യം 6458 കോടി രൂപ അക്കൗണ്ട് ചെയ്യൂ. വോട്ടിൻ്റെ കാര്യം പിന്നെ പറയാം. ഞാൻ ഇതിനകത്തുനിന്ന് ഈ ഡേറ്റയിൽ നിന്ന് എടുക്കുന്നത് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. എടുക്കുന്നത് സ്വതന്ത്ര ഭാരതത്തിൽ, സ്വതന്ത്ര കേരളത്തിൽ 57 മുതൽ 2027 ആകുമ്പോൾ 70 വർഷത്തോളമാകുന്ന ഈ കേരളത്തിൽ ഇതുവരെ ചിലവാക്കിയ SC/STക്കാർക്കും ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് ചിലവാക്കിയ പണം അവർക്ക് വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ, ഇൻഡിവിജ്വലെ വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവർ എത്രയോ പണക്കാരാകുമായിരുന്നു. എവിടെ പോയി ഈ പണം എന്നുള്ള ചോദ്യം ഗൗരവമായൊരു ചോദ്യമാണ്. അതാണ് എന്നെ ഈ വീഡിയോയിലേക്ക് പ്രേരിപ്പിച്ചത്.